ഹായ് ഹലോ. ഇന്ന് രാവിലെ ഞാൻ താമസിച്ചാണ് എഴുന്നേറ്റതെങ്കിലും രാവിലെ തന്നെ കുളിയും അലക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ബെഡ്റൂം വൃത്തിയാക്കി അവന് ഞാൻ ഫുഡ് കൊടുക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് അമ്മയ്ക്കും ജോലി ഉള്ളത് കൊണ്ട് ഞാനും വസു മാത്രമേ ഉള്ളായിരുന്നേ. കുറച്ച് നേരത്തുള്ള അവൻ്റെ കളിപ്പാട്ടമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ കുളിപ്പിച്ചു ഉറക്കാനായിട്ട് കിടത്തി. അവൻ ഉറങ്ങിയതിന് ശേഷം അടുക്കളയിൽ കുറച്ച് ജോലികളുണ്ട്, ഇനി അതിലേക്ക് കിടക്കണം. അമ്മ പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം ജോലികൾ അമ്മ ഒതുക്കി വെച്ചിട്ടാണ് പോയത്. ഇനി കുറച്ച് പാത്രം കഴുകണം, ചോറ് വെക്കണം, അതൊക്കെ തന്നെ. അങ്ങനെ ഞാൻ കുറച്ച് ക്ലീനിങ്ങും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പാത്രം ഉള്ളത് വെക്കാനായിട്ട് പാത്രം കഴുകി വെക്കാൻ പോയപ്പോൾ തന്നെ അവൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. എന്നെ എടുത്ത് അവൻ്റെ പ്ലെയിൻ മാറ്റിലിരുത്തി കുറച്ച് കളിപ്പാട്ടം ഇട്ട് കൊടുത്ത് കുറച്ച് നേരം അവിടെ ഇന്നലെ വാങ്ങിച്ച പച്ചക്കറിയിൽ കുറച്ച് കോവയ്ക്ക ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അതങ്ങ് വെഴുക്ക് വരും. ബസ്സുവിനുള്ള ഫുഡും ഞാൻ അപ്പോഴത്തേക്കും ആക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ താഴെ കിടന്നപ്പോഴത്തേനും ആശാൻ കുഴഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ അവനെ എടുത്തുകൊണ്ടാണ് ബാക്കി ജോലികളൊക്കെ ചെയ്തത്. അവൻ എപ്പോഴും ഒരാൾ അടുത്ത് വേണം, അല്ലാതെ അവൻ കിടക്കുകയോ ഇരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല, പ്രത്യേകിച്ച് ഞാൻ. അതുകൊണ്ട് തന്നെ ജോലികൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. ജോലികളൊക്കെ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ ആശാൻ ഒക്കെ തിരിക്കും എന്നതാണ് വലിയ ആശ്വാസം. ഇളയിലെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ അവനും ചോറ് കൊടുത്ത് ഞാനും ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചോറ് കൊടുക്കുമ്പോൾ വാതിറക്കാൻ ഇപ്പോൾ വന്ന് വലിയ മടിയാണ്, എങ്കിലും കുറച്ചൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കഴിക്കാറുണ്ട്. അവന് ഫുഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാനും പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നേ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവനെ ഉറക്കാനായിട്ട് കിടത്തി. ഞാനും ഇച്ചിരി നേരം. ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചവരെയുള്ള വിശേഷം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ.